ഇപ്പോൾ രാജമൗലി പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ കണ്ട ഏറ്റവും മികച്ച നടനാണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ് പൃഥ്വിരാജിനെ അത്ര ഭയങ്കരമായിട്ട് ആണ് പുകഴ്ത്തിയിരിക്കുന്നത്. പിന്നെ പ്രിയങ്ക ചോപ്രയാണ് അതിൽ നായികയായിട്ട് വരണത്. അപ്പോൾ നമുക്ക് ഒന്നാമത് മഹേഷ് ബാബു ഇപ്പോൾ അവസാനം അഭിനയിച്ചത് ഗുണ്ടൂർക്കാരമാണ് 2024 ജനുവരിയിലായിരുന്നു. ഇപ്പോൾ 2 വർഷം ആവറായി മഹേഷ് ബാബുവിൻ്റെ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട്. പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും മഹേഷ് ബാബു ഒരു സിനിമ അവിടെ ചെയ്യുന്നതാണ്. വർഷത്തിലൊരു വലിയൊരു സിനിമ ചെയ്യും, വിജയങ്ങളും ഉണ്ടാവും പരാജയങ്ങളും ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്. പിന്നെ ഗുണ്ടൂർക്കാരൻ അങ്ങനെ വൻ വിജയമൊന്നും അല്ലായിരുന്നെങ്കിലും അത് അത്യാവശ്യം ഒരു ഓടിയൊരു സിനിമയിൽ അതിലെ പാട്ട് നമുക്കറിയാം, അതിലൊരു പാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു. എത്രയോ മില്യൺ റെക്കോർഡ് സൃഷ്ടിച്ചതായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് അന്ന് ഗുണ്ടൂർക്കാരൻ എടുത്തത്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയത് നെറ്റ്ഫ്ലിക്സ് എത്ര 140 കോടി രൂപയൊക്കെ കൊടുത്തിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ആ സിനിമ എടുത്തത്. അപ്പോൾ അത്യാവശ്യം പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയ സിനിമയാണ്. തിയേറ്ററിൽ അങ്ങനെ ഭയങ്കരമായിട്ട് വർക്ക് ആവാത്ത ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ മഹേഷ് ബാബു അതിനൊക്കെ ഒരു മാറി ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷമൊക്കെ ആയിരിക്കും. കാരണം ഇപ്പോൾ 26 കഴിഞ്ഞ് 27 ചിലപ്പോൾ ഒരു പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്ര 3 വർഷം ഒരു ഗ്യാപ്പാണ് മഹേഷ് ബാബുവിൻ്റെ ഒരു സിനിമയ്ക്ക് ഗ്യാപ്പ് വരാൻ പോകുന്നത്. പക്ഷെ അതൊക്കെ എന്തായാലും പ്രതീക്ഷകൾ എന്താ പറയുക RRRൻ്റെയും മുകളിൽ പോകും. അപ്പോൾ ബാഹുബലിക്കും ബാഹുബലിയായിരുന്നു ആദ്യമായിട്ട് രാജമൗലിയുടെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ. അതിന് മുമ്പ് മഗധീര ചെയ്തു. അതന്ന് ആദ്യം 100 കോടി ക്ലബിലാണ് ആദ്യത്തെ ഒരു തെലുങ്ക് സിനിമ എത്തിയത്. അത് കഴിഞ്ഞ് ഈച്ച എന്ന് പറഞ്ഞ പടം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാഹുബലി 1ഉം 2ഉം കഴിഞ്ഞ് പിന്നെ RRR. അപ്പോൾ ഒരു ഗ്രാഫ് ഭയങ്കര ഉയരത്തിലാണ് രാജമൗലിയുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മഹേഷ് ബാബുവിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം മഹേഷ് ബാബുവും പൃഥ്വിരാജും രണ്ടുപേരും നേർക്കുനേർ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും ഇനി തിയേറ്ററിൽ വരുമ്പോൾ തന്നെ കാണാം.